20 വർഷത്തെ ക്ഷീണം തീർക്കാൻ ഉറച്ച് പരിശ്രമിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. വൈപ്പിനിൽ ഇത്തവണ UDF MLA വരും എന്ന ദൃഢനിശ്ചയത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നായിരമ്പലത്തെ കോൺഗ്രസ് പ്രവർത്തകർ. This news brought to you by Kalpaga Weddings, North Parvur. 20 വർഷത്തെ ക്ഷീണം തീർക്കാൻ ഉറച്ച് കോൺഗ്രസ് പ്രവർത്തകർ. വൈപ്പിനിൽ ഇത്തവണ UDF MLA വന്നിരിക്കും എന്ന ദൃഢനിശ്ചയത്തിൽ നായിരമ്പലത്തെ കോൺഗ്രസ് പ്രവർത്തകർ. വൈപ്പിൻ മണ്ഡലത്തിൽ ടോണി ചമ്മണി സ്ഥാനാർത്ഥിയായി വന്നതോടെ രാത്രിയെപ്പോലും പകലുകളാക്കി കോൺഗ്രസ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. പോസ്റ്റർ പതിക്കൽ, ചുവരെടുത്ത് ഭവന സന്ദർശനം അടക്കമുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് പ്രായഭേദമന്യേ കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തോടെ ഇറങ്ങിക്കഴിഞ്ഞു. വൈപ്പിൻ ഇനി വളരും, ടോണി നയിക്കും എന്ന മുദ്രാവാക്യവുമായിട്ടാണ് പ്രചരണ പരിപാടികൾ നടക്കുന്നത്. കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിന് കാഹളമൊരുങ്ങുമ്പോൾ തീർച്ചയായും വൈപ്പിൻകരയിൽ നിന്ന് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ടോണി ചമ്മണി ജയിച്ചു വരണമെന്നാണ് ഇവിടുത്തെ വോട്ടർമാർ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 20 വർഷക്കാലമായി ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ MLA-മാരാണ് ജയിച്ചു വന്നിട്ടുള്ളത്. അതിൽ തന്നെ 15 വർഷവും LDF-ന്റെ ഭരണമായിരുന്നു. എങ്കിൽ പോലും ഈ നാട്ടിലെ ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ കുടിവെള്ള വിതരണത്തിൻ്റെ കാര്യത്തിലോ, ഊരുവെള്ളം കയറുന്ന പടിഞ്ഞാറ് വശത്തും കിഴക്ക് വശത്തുള്ള ജനങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന വെള്ളം കയറുന്ന പ്രതിഭാസത്തിനെതിരെയോ ഒരു കൃത്യമായ നടപടിയോ പദ്ധതികളോ ഇവിടെയുള്ള ഇടതുപക്ഷ MLA-മാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടില്ല. അതിൻ്റെ ബുദ്ധിമുട്ട് മുഴുവൻ വൈപ്പിൻ ജനത കാലങ്ങളായി അനുഭവിച്ചു വരികയാണ്. ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ കൊച്ചിയുടെ മേയറായി അനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ശ്രീ ടോണി ചമ്മണി ഐക്യജനാധിപത്യ മുന്നണി സാരഥിയായി വൈപ്പിൻ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്നാൽ ഈ നാടിന് ഗുണകരമായ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ഇവിടുത്തെ ഒരു വോട്ടറായി ഞാൻ വിശ്വസിക്കുന്നു.